ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് വിത്ത് സ്പെഷ്യൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ കർണാടകയിൽ നിന്ന് വന്ന ഒരു മലയാളി കുട്ടിയാണ്. അപ്പൊ ഐ തോട്ട് ഓഫ് ഷെയറിംഗ് മൈ കർണാടക ഡിഷസ് ആൻഡ് ഫുഡ് റെസിപ്പീസ് ടു യു. സോ ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് കൂർഗിലാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കർണാടക. നിങ്ങൾ എല്ലാവരും കേട്ടോ, ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ കൂർഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർഗിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഡിഷാണ്, ദാറ്റ് ഇസ് പോർക്ക് കറി ആൻഡ് കടുബിറ്റു. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കടുബു റെസിപ്പിയാണ്. ഓക്കെ, കടുബു എന്ന് പറയുന്നത് നമ്മൾ അരി തരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റൈസ് ബോൾസ് ആണ്. അതാണ് പോർക്കിന്റെ കൂടെയുള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തത്, ഇതാണ് എന്റെ മമ്മിയുടെ അമ്മ. പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളാണ് നമുക്കിത് കടുബ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത് ആവശ്യത്തിന് വെള്ളം, അതിന്റെ കൂടെ അരി തരി ആയിട്ടുള്ള പൗഡർ ആൻഡ് ഓൾസോ അതിന്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടു. അതിന്റെ കൂടെ നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഈ പൊടി കുറച്ചായി ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അരിപ്പൊടിയല്ല, തരി. അതിന് 2 കപ്പ് വെള്ളം. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഈ ഇപ്പൊ ചെയ്യാൻ എടുത്തേക്കുന്നത്. നീ നിർത്താതെ ഇളക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സോ നമ്മുടെ കടുബൂടെ മാവ് ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ്, അപ്പൊ ഇതിന്റെ ചൂടാറണം, എന്നിട്ട് നമ്മൾ അതിനെ ബോൾസ് ആക്കത്തുള്ളൂ. കടുബൂടെ മാവ് അവിടെ ഇരുന്ന് ആറട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു അടുത്ത ആളും കൂടി പരിചയപ്പെട്ടാലോ? ഹായ് മമ്മി. ആവി പറക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലൂടെ മമ്മി നിൽക്കുകയാണ്. അപ്പൊ അടുത്തതായി നമുക്ക് മമ്മിയുടെ നേതൃത്വത്തിൽ നമുക്കൊരു പോർക്ക് കറി ഉണ്ടാക്കാം. മമ്മിയാണ് ഞങ്ങളുടെ വീട്ടിലെ പോർക്ക് എക്സ്പെർട്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് 1 കിലോ പോർക്ക് കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 പീസ് ഇഞ്ചി എടുക്കുക, നല്ലോണം കഴുകി അതിനെ ചതച്ച് എടുക്കുക. ഒരു 15 അല്ലി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് അതും കഴുകി ചതച്ചെടുക്കുക. 1 സവാള ചെറുതായി അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഒരു 5 പച്ചമുളക്, കൂടുതൽ എരിവുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം. പിന്നെ കറിവേപ്പില. ഇത് കൂർഗിലെ പോർക്ക് കറിക്ക് ഉപയോഗിക്കുന്ന ഒരു സിറപ്പാണ്, കൊടംപുളിയുടെ നീരെടുത്ത സിറപ്പ്. ഇത് സ്പെഷ്യൽ കൂർഗ് പോർക്ക് മസാല, റെഡി മസാലയാണ്. നമുക്ക് വീട്ടിലും ഇത് പ്രിപ്പയർ ചെയ്യാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയത്. നമ്മൾ ആദ്യം ഇറച്ചി ആഡ് ചെയ്യും. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, സവാള ഇതെല്ലാം ആഡ് ചെയ്യും. അതിനെ നന്നായി അങ്ങോട്ട് തിരുമ്പി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആഡ് ചെയ്തു. അടുത്താണ് നമ്മുടെ മെയിൻ താരം, കൂർഗിലെ സ്പെഷ്യൽ ബ്ലാക്ക് പോർക്ക് മസാല. അപ്പൊ ഇതിന്റെ മസാല ഇടുന്ന കണക്ക് എന്ന് പറയുമ്പോൾ 1 കിലോ പോർക്കിന് ഒരു 1/2 പാക്കറ്റ് ഓഫ് മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും തിരുമ്പുക, അവനങ്ങ് നമുക്ക് ഒട്ടച്ചെടുക്കാം. ഇറച്ചി വേവാൻ ആവശ്യമുള്ള ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കുട്ടപ്പനായി വെച്ചിരുന്ന നമ്മുടെ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഉരുട്ടണമല്ലോ. അപ്പൊ നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കി ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടാം. അപ്പുറത്ത് പോർക്കറി, അപ്പുറത്ത് കടുബു, ഇപ്പുറത്ത് പോർക്കറി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഗൈസ് നോക്കൂ, മൈ മൗത്ത് ഈസ് വാട്ടറിങ് ആക്ച്വലി. ഇതിന്റെ മസാല ഒക്കെ പിടിച്ച് വെന്ത് നല്ല അടിപൊളിയായിട്ടുള്ള പോർക്കറി ഇടേ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1-1.5 ടീസ്പൂണോളം നമ്മൾ നേരത്തെ പറഞ്ഞ സിറപ്പില്ലേ, നമ്മുടെ കൊടംപുളിയുടെ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് പുളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വേവിക്കൊന്നും ഇട്ടിട്ടില്ല, നമ്മളത് വെന്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. ലുക്ക് ഇറ്റ് ദാറ്റ് ഗൈസ്. നിങ്ങൾ പലതരം പോർക്കറി കണ്ടിട്ടില്ലേ? ഇതൊരു സ്പെഷ്യൽ അല്ലേ, സ്പൈസി ആണ്. ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് കൂർഗിൽ തണുപ്പായതുകൊണ്ട് വി ഓപ്റ്റ് ഫോർ മോർ സ്പൈസി ഫുഡ്സ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു കുരുമുളകിന്റെ ഒരു കിക്ക് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ടേസ്റ്റ് ഓസം. കുറച്ചും കൂടി മതിയല്ലോ. ഈ ഒരു വെറൈറ്റി കോംബോ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഡു ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഫോർ മോർ യൂണിക് വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ടു ഫിസിയോഗ്ലാം.